ഇതൊരു തീർന്ന ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞ് അതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി അതിനെ ഒരു ജ്യൂട്ട് യാൺ വെച്ചിട്ട് അതിനെ ഒരു കവർ ചെയ്യാൻ പോവാണ്. ഇത്ര വലുപ്പത്തിൽ ഒരു കവർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പ് വെച്ച് സിംഗിൾ ക്രോഷേ ബാക്ക് ലൂപ്പിൽ ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് 3mm ക്രോഷേ ഹുക്കാണ്. പിന്നെ ഒരു സിസേഴ്സ്. സ്ലിപ്പ് നോട്ട് ഇടാം. കുറച്ച് ഡിഫിക്കൽട്ടാണ്, അത്ര ഫ്ലെക്സിബിൾ ഞാനല്ലാത്തതുകൊണ്ട് നമുക്ക് പുള്ളി ചെയ്തെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ചെയ്തിട്ട് എത്ര നോക്കുമ്പോൾ ഏകദേശം ഒരു 30 വേണ്ടി വരും. 30 ചെയിൻ സ്റ്റിച്ചസ് ആദ്യം നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇതൊന്ന് ഇതിന് ചുറ്റും വെച്ചിട്ട് നോക്കുക. ഒരു കുറച്ച് ഫിറ്റായിട്ട് തന്നെ നിൽക്കണം. കാരണം ഇതൊന്ന് ഈ ജൂട്ടിയാൻസിനൊരിതുണ്ട്, നന്നായി ചൂടാകുമ്പോൾ അതിൻ്റെ മോയ്സ്ചർ ഫുള്ള് പോയി കഴിയുമ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ആകും, ഇതൊന്ന് സ്ട്രെച്ച് ചെയ്യും. ഇച്ചിരി വലിപ്പം സൈസ് ഒരു സൈസ് മുകളിലേക്കാവും. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം ഒരു 3 സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പുണ്ട്. പക്ഷേ നമ്മളതൊരു 2 സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. മതിയോ? 32 എത്തിയിട്ട് നമുക്കതിനെ ജോയിൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സൈസ് പറയുന്ന പോലെയല്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വേറൊരു ബോട്ടിലിനാണ്, അതൊരു വെള്ളം ഇതുപോലെ ഒരു ചെടിയുടെ പോട്ടിന് വേണ്ടിയിട്ട് ചെയ്യാനാണെങ്കിൽ അത് വേറെ മെഷർമെൻ്റ് ആയിരിക്കും. ഇത് ഡബിൾ ക്രോഷേ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷയാണ്. അപ്പോൾ ഇതുണ്ട്, ഇതൊന്ന് സ്ട്രെച്ചബിളാണ്, ഒന്ന് ഇതാവും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ ഇത് ചെയ്യണം. ഇതിലും ചെയ്തെടുക്കാവുന്നതാണ്. 32 എത്തി. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യാം. പഴയ ലൂപ്പിലേക്ക് പോവുക. ഉള്ളിൽ കൂടി ഞാൻ പുറത്തേക്ക് എടുക്കുക. കണ്ടോ? ജോയിൻ ചെയ്തു. നമ്മൾ ബാക്ക് ലൂപ്പിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് ലൂപ്പിലല്ല, ബാക്ക് ലൂപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാമെന്ന് വെച്ചാൽ സിംഗിൾ ക്രോഷേ ആണ്. അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് എടുക്കുക. അടുത്തത് ഇതിൻ്റെ ബാക്ക് ലൂപ്പ്. ബാക്ക് ലൂപ്പ് എന്ന് വെച്ചാൽ ഇതാണ് ബാക്ക് ലൂപ്പ്. ഇതിൽ കൂടെ പുറത്തേക്ക് പോയിട്ട് എടുക്കുക. എന്നിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെയും അതുപോലെ തന്നെ ഇങ്ങനെ ഇത് ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് ടൈറ്റായിട്ട് തോന്നും, പക്ഷേ ഒന്ന് കുറച്ച് ലൈൻസ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കതൊന്ന് ഒരു ചെറിയ ഈസ് കിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. ഉള്ളിലേക്ക് പോവാം.
ഉള്ളിൽ കൂടി യാൺ എടുക്കുക. ബാക്കിൽ നിന്ന് ഞാൻ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുള്ള് ചെയ്യുക. ഉണ്ടോ? അങ്ങനെ ബാക്ക് ലൂപ്പിൽ മാത്രം വർക്ക് ചെയ്ത് പോവാം. ബാക്ക് ലൂപ്പിൽ കൂടി നീഡിൽ അടുത്ത് ബാക്കിൽ നിന്ന് യാൺ പുള്ള് ചെയ്യുക. ഇപ്പം നീഡിൽ 2 ലൂപ്പുണ്ട്, 2 ലൂപ്പിൽ കൂടി അടുത്ത യാൺ പുള്ള് ചെയ്യുക. ഇങ്ങനെയാണ് ബാക്ക് ലൂപ്പിൽ നമ്മൾ ചെയ്യുക. ഇങ്ങനെ ഇത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. റൗണ്ട് ചെയ്ത് നമുക്ക് എത്ര ഹൈറ്റിൽ വരെ വേണം അത്രയും വരെ ചെയ്തെടുക്കുക. ഇതൊരു 12ാമത്തെ റോ വരെ എത്തിയിട്ടുണ്ട്. ഈ റോ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് എത്തിയിട്ടുണ്ട്. ഇനിയും ഇത് ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ നോട്ടില്ലേ ഇതിന് നേരെ മുകളിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യണം. കണ്ടോ? ഇതിന് നേർക്ക് ഇവിടെ ആയിരിക്കും നമ്മുടെ ഫിനിഷിങ് പോയിൻ്റ്. അപ്പോൾ ഇത്രയും കൂടി ചെയ്തിട്ട് നോക്കാം ഇതെങ്ങനെ ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് നിർത്താമെന്ന്. നമ്മൾ നമ്മുടെ യാൺ നീഡിൽ വെച്ചിട്ടാണ് ഇതിനെ ഈ എൻഡിനെ ഉള്ളിലേക്കാക്കുന്നത്. ഇത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇത്രയും തിക്കായിട്ടുള്ള യാണാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 2-3 സ്ലിപ്പ് നോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ത്രെഡ് എടുത്തിട്ട് ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇനിയും ഒന്നും കൂടെ ചെയ്ത് ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഇനി ഒന്നും കൂടി ചെയ്യുക. എന്നിട്ട് ഉള്ളിൽ കൂടെ പുള്ള് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഈ ലൂപ്പിൽ കൂടെ എടുത്ത് പുറത്തേക്ക് എടുക്കുക. കണ്ടോ? ഇനി ഇത് അഴിഞ്ഞു പോവില്ല, ലെങ്ത് വിത്തും കൂടില്ല. നമ്മളിനി ഇത് അകത്തേക്കാക്കാൻ നമ്മൾ സാധാരണ ത്രെഡ് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഉള്ളിലേക്ക് കണ്ടോ? വേണമെങ്കിൽ ഇവിടെ ഹോട്ട് ഗ്ലൂ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. അതിൻ്റെ ആവശ്യം വരില്ല. ഹോട്ട് ഗ്ലൂ ഇട്ട് ഫിനിഷ് ചെയ്യണമെന്നില്ല ശരിക്കും. ഇത്തേക്ക് കാണാത്ത രീതിയിൽ ഇതൊന്നും കൂടെ ഉള്ളിലേക്കാക്കി കഴിയുമ്പോൾ ഇത് കാണില്ല. കണ്ടോ? ബാക്കിലുള്ളത് ഇത് നമ്മളിപ്പോൾ ബോട്ടിലിടുമ്പോൾ അത് കാണില്ല. അതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് വിടുക. അത് സ്ലിപ്പ് നോട്ടിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി അത് കെട്ട് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ ഉള്ള സ്ലിപ്പ് നോട്ടിൽ നമുക്ക് അവിടെ ഇനിയും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് അതിന് എൻഡിനെ അങ്ങ് മറിച്ച് എടുത്താൽ മതി. വേറെ ഒന്നുമില്ല ചെയ്യാം. കണ്ടോ? ഒരുപാട് ലെങ്ത്ത് കട്ട് ചെയ്ത് കളയാം. ഗ്ലൂ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഗ്ലൂവിൻ്റെ ആവശ്യം നിർബന്ധമില്ല. വേണമെങ്കിൽ ഗ്ലൂ വെക്കാം. അതെ, ഇത് തന്നെ ചെയ്തിട്ടുള്ളത് ചെയ്യാം. ഇനി വേണമെങ്കിൽ വലുതിന് വരെയും ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്ത 32 ചെയിൻ സ്റ്റിച്ച് എന്നുള്ളത് 50 or 56 ആക്കുകയാണെങ്കിൽ നമുക്ക് ആ വലിയ പോട്ടിന് വലിയ കണ്ടോ
ഇരിക്കുന്ന പോട്ടിനും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിലും വലിയ പോട്ടിന് വേണമെങ്കിലും ചെയ്യാം. ഇൻഡോർ പ്ലാന്റ്സിനോ ഒക്കെ പോട്ട് വേണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ ബോട്ടിലിന് കവർ ഇട്ട് കൊടുക്കാം.